ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ ആയിട്ട് കിടക്കണം. ഞാൻ ഷെയ്ഡറൊക്കെ ആയിട്ട് അടിക്കണം. അപ്പോൾ ചിലപ്പോൾ ലാഗ് അടിക്കാൻ ഒരുപാട് ചാൻസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കാണാൻ നോക്കുക. പിന്നെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായി, അതിൽ ലാഗിയായിരുന്നു. അതായത് നിങ്ങൾക്ക് ബോറടിക്കണം ഒരു വീഡിയോ ആയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ മാക്സിമം കോമഡി കാര്യങ്ങളൊക്കെ പറയാൻ നോക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തൊക്കെ ഇരുന്ന് കാണുക. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ ഇടണം. അപ്പോൾ സ്കൂളൊക്കെ തുറന്നതുകൊണ്ട് പിന്നെ നമുക്ക് വീഡിയോ ഇടാനങ്ങനെ പറ്റിയിട്ടുണ്ടായില്ല. അതുകൊണ്ട് ഇപ്പോഴാണ് നമ്മൾ വീഡിയോ ഇടണം. നമുക്ക് വീട് പണിയാനുള്ള സ്ഥലം കണ്ടെത്തണം. ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമുക്ക് മാക്സിമം വീടൊക്കെ പണിയാൻ നോക്കണം. അപ്പോൾ സ്ഥലമെങ്കിലും കണ്ടെത്തി വെക്കണം. പിന്നെ ഫുഡുണ്ട്. ഫുഡുണ്ടല്ലോ ഇവിടെ. ഫുഡ് ഒപ്പിച്ചിട്ട് വരാം. പശുവുണ്ട്. പശുവിനെയൊക്കെ തല്ലിക്കൊല്ല. പശുവിനെ തൊലിക്കൂല്. നിന്റെ അടുത്തായിട്ട് ഞാൻ വരാൻ കേട്ടോ. നിനക്ക് എനിക്ക് DP അടിച്ച് വരാൻ പറ്റുമല്ലോ. കൊന്നു അതെ, നിനക്കും കൂടിയുള്ള ഫുഡാണ്. ഇനി നമുക്ക് നേരെ ഉണ്ടല്ലോ, നമുക്ക് ഇനി വീട് കണ്ടെത്താനായിട്ട് പോകണം. ക്രാഫ്റ്റിൻ്റെ അവിടെ നീ ഉണ്ടാക്കുന്നുണ്ടോ? അതാ ഞാൻ ഉണ്ടാക്കണം. സാപ്ലിങ് കിട്ടുവാന്ന് നോക്കാം. നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൊണ്ട് ഈ മരം നട്ട് വെക്കാം. നല്ല രസം കൊണ്ടല്ല സാപ്ലിങ്. നല്ല രസമുണ്ട് ഈ മരം കാണാൻ. ഇതൊന്ന് നട്ട് വെക്കാം. ഇനി സാപ്ലിങ് കിട്ടുമോ? സാറിന് കൂടെ എനിക്ക് കറക്റ്റായിട്ട് നോക്കട്ടെ. സാപ്ലിങ് കിട്ടിയാ? നമുക്ക് പോവാം. അതാണെന്ന് തോന്നാ. നമുക്ക് പോവാം. പെട്ടെന്ന് പോയിട്ട് വരാം. അവിടെ സ്ഥലം എടാ ഇത് കണ്ട. എടാ ഈ സ്പ്രൂസ് സൗണ്ട് കേൾക്കുന്നുണ്ടോ അതിനൊക്കെ? എടാ നീ ഒരു കാര്യം ചെയ്ത് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെച്ച് ആക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് സ്റ്റോൺ ടൂൾസിലായിട്ട് അപ്ഗ്രേഡ് ചെയ്തിട്ട് പോവാം. നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ അവിടെ വെക്കുവാന്ന്. ഇതിൻ്റെ സാപ്ലിങ് വേണ്ട. എൻ്റെ കയ്യിൽ സീഡുണ്ട്. ഞാനൊരു ആക്സും പിക്കാക്സും ഒരെണ്ണം ഉണ്ടാക്കട്ടെ. അല്ലെങ്കിൽ അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് സെറ്റാക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. പിക്കാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആക്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി നേരെ നിക്ക് അടിയിലോട്ട് കുഴിച്ചേ. നമുക്ക് സ്റ്റോണ് കണ്ടെത്താം. സ്റ്റോണ് കണ്ടെത്തണമെങ്കിൽ അടിയിലോട്ട് കുഴിക്കണം. എനിക്ക് അറിഞ്ഞുകൂടാ ഇവിടെ സ്റ്റോൺ ഉണ്ടാകുമെന്നൊന്നും. നമുക്ക് അടിയിലോട്ട് കിട്ടി. ലാവയാണോ? അത് ലാവ ഉണ്ടെങ്കിലുണ്ടല്ലോ. കേവ്. ഇത് ഏതാ പരലോക? നമുക്ക് ഇച്ചിരി സ്റ്റോണ്. നീ ആ ക്രാഫ്റ്റിംഗ് ടേബിൾ മോളിൽ വെച്ചിട്ട് പോകുന്നല്ലേ? നിന്റെ കയ്യിലുണ്ടാ? നമുക്ക് കീപ്പ് ഇൻവെന്ററി ഇട്ടിട്ടുണ്ട്. അതിന്റെ താഴത്തോട്ട് പോകണമെങ്കിൽ പോവാം. പക്ഷെ ഇച്ചിരി ആഴമുണ്ട്. അപ്പോൾ വെള്ളം ഉണ്ടോന്ന് നോക്കണം. വെള്ളമില്ലെങ്കിൽ നല്ല ആഴമുണ്ട്. കണ്ട അടിയിലായിട്ട് നോക്കുമ്പോൾ പോകുമല്ലേ എനിക്ക്. പിന്നെ നമ്മളൊരു ഷെയ്ഡറിൻ്റെ റിസർച്ചും കൂടി നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വരണമായിരിക്കും. ഇത് നമ്മളിപ്പോൾ നേരത്തെ ഇട്ട് കളിച്ച ഷെയ്ഡർ തന്നെയായിരുന്നു. ഞാനത് കയറ്റി വെക്കും. എടാ ചാവുകടാ അങ്ങനെ. ഞാൻ ഇച്ചിരിയും കൂടി കളക്ട് ചെയ്തിട്ട് വരാം. അല്ലെങ്കിൽ നമുക്ക് ആവശ്യം വരും എന്തായാലും.
നിന്നെ കണ്ടില്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്തായിട്ട് ടെലിപ്പോർട്ട് അടിച്ചു വരാം. നമുക്ക് ഇനി ബോളിലാട്ട് കയറി പോവാം. എടാ നീ അവിടെ വെള്ളവും കണ്ടായിരുന്നാ? എന്ത് ചെയ്യും കേസപ്പാ? നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാം. ഞാനിവിടെ അടുത്തായിട്ട് അയ്യാന്നുണ്ടാന്ന് നോക്കി. താഴത്തായിട്ട് കാണാം. ചത്താ തീർന്നു കേസ്. ഒറ്റ ബ്ലോക്കിലാണ് നിൽക്കണം. ഞങ്ങൾ മറ്റേ മരണം മുമ്പിൽ കാണാൻ പോയി. കണ്ടാ മരണം മുമ്പിൽ നിൽക്കണ? ഞാനിവിടെ സോംബിയുടെ മുന്നിലാണ് കറക്റ്റ്. അവൻ എൻ്റെ അടുത്തായിട്ട് വന്നാൽ ഞാൻ തീർന്നു. നീ ഇച്ചിരി ഫുഡ് കളച്ചിട്ട് വാടാ. എനിക്കൊന്നും ചെയ്യാൻ പറ്റണല്ലോ ഇവിടെ വന്നിട്ട്. നമുക്ക് ഇനി നമുക്ക് അടിയിലോ അടിയിൽ കണ്ട ഒന്നും കാണാൻ നേര. ഇവിടെ വെള്ളം ഉണ്ടോ അവിടെ ആയിട്ട്? വെള്ളത്തിലായിട്ട് ചാടാൻ പറ്റുമോ നോക്കട്ടെ. അയ്യോടെ വെള്ളമല്ലടാ, ഫുള്ള് ലാവേ അവിടെ. നിന്റെ അടുത്തായിട്ട് വരാ ഞാൻ. എനിക്ക് ആ ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് വെച്ച് തരുവാ? നിന്റെ അടുത്തുണ്ട് ഞാൻ. അയാളൊക്കെ ഫുള്ള് എടുത്തോ കേട്ടോ. ഞാൻ ഒന്ന് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടെ എൻ്റെ സ്റ്റോൺ ടൂൾസിലായിട്ടൊന്ന് അപ്ഗ്രേഡ് ചെയ്യട്ടെ. നമുക്ക് പെട്ടെന്ന് എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞ് നേരെ ഇന്ന് മാക്സിമം പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്തിട്ട് അതായത് നമുക്ക് ഇതൊക്കെ നടക്കുള്ളൂ. ഫിനിഷ്ഡ് ഒരു വിക്കേക്ക് ഒരു ആക്സ് ഉണ്ടാക്കിയാൽ മതി. എന്തുവാ എന്തേ? ഞാൻ അങ്ങോട്ട് വരാം. എന്തുവാ എടാ എൻ്റെ പുറകെ ആരാണ്ടോ ഉണ്ടോ? എന്തെടുക്കണമെങ്കിലോ സിൽടെക്സ് വേണ്ട. എന്തുവാ എവിടെയാടാ? എടാ അതൊക്കെ എടുക്കണമെങ്കിൽ പിക്ക് അതേ ആക്സിലോട്ടി റെയർ സാധനം. എടാ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം പെട്ടെന്ന്. എടാ ആക്സിലോട്ട് റെയർ സാധനം. അതിന്റെ കുഞ്ഞക്ക നമുക്ക് ഈ കേവ് നീ ഇതിന്റെ അടുത്തായിട്ട് നമുക്ക് എടാ ഇതിന്റെ അടുത്തായിട്ട് നമുക്ക് ഇവിടെ ഉണ്ടാക്കിയാലോ ബേസ്? ഇത് ഇവിടെ സ്റ്റോണൊക്കെ ഉണ്ട്. വെറുതെ അയണ ഞാൻ എടുത്തോട്ടെ. എടാ എൻ്റെ ഒരു അയൺ പോലും ഇല്ല. ഞാൻ ഒരെണ്ണം എടുത്തോട്ടെ. എടാ അത് അവിടെ ഇവിടെയുള്ളതല്ലേ. ഇവിടെ നമുക്ക് അതിന് ചിലപ്പോൾ ഡയമണ്ട് പിക്കാക്സ് ഒക്കെ വേണമായിരിക്കും. അവിടെ പറയാൻ പറ്റിയല്ല. എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ അതിനെ പറ്റിയൊന്നും. ഞാൻ പ്രോ പ്ലെയർ ഒന്നും അല്ല അത്ര. അതിന് എന്തെങ്കിലുമൊക്കെ വേണമായിരിക്കും. ചിലപ്പോൾ പിക്ക് ഇതുകൊണ്ട് തന്നെ പൊട്ടിക്കാൻ പറ്റുമായിരിക്കും. പറയാൻ പറ്റിയല്ല. എല്ലാം നിറച്ച അയൺ നമുക്ക് ഈ അയൺ മൊത്തം എടുത്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് സ്കൂട്ടായേക്കാം. കുറേ നാളായി കേസ് എപ്പിസോഡ് ഇട്ടിട്ട്. കാരണം സ്കൂൾ കൊണ്ട് നമുക്ക് അങ്ങനെ വീഡിയോ ഇതൊക്കെ ഷെയർ ചെയ്തെടുക്കാൻ പറ്റും. എടാ ഇത് ഗ്ലോബറീസാ. ഈ ഗ്ലോബറീസ് നമുക്ക് ഫുഡായിട്ടൊക്കെ ഉപയോഗിക്കാം. മനസ്സിലായാ? എടാ ഇത് കുറുക്കനൊക്കെ കൊടുത്താൽ ചിലപ്പോൾ കുറുക്കനെയൊക്കെ ടൈം ചെയ്യാൻ പറ്റും. എനിക്ക് കറക്റ്റ് ഒന്നും അറിയാം. എന്തുവാ എടാ ഇവിടുന്ന് നമുക്ക് ഇച്ചിരി അയണും കൂടി ഉണ്ടാവുകടാ. നമുക്ക് അവിടുന്ന് കളക്ട് ചെയ്തിട്ട് പോവാം. വാ നമുക്ക് ഇച്ചിരി അങ്ങോട്ട്
ആ നമുക്ക് കളക്ട് ചെയ്തിട്ട് പോവാം. ഞാൻ എങ്ങാട്ട് നീ ഇവിടെ നിന്നോ? ഞാൻ കോബിൾ സ്റ്റോൺ എൻ്റെ ഉണ്ട്, പക്ഷെ അത് നമുക്ക് കോബിൾ സ്റ്റോൺ ഇവിടെ ഇച്ചിരി അങ്ങോട്ട് പോയി കഴിയുമ്പോൾ അവിടെ കണ്ട ഇവിടെ ലാവ ഉണ്ടോ ഇവിടെ? അതിൻ്റെ അടുത്ത് ഇവിടെ ഡയമണ്ട് ഒക്കെ ഉണ്ടാവും. ഡയമണ്ട് കണ്ടുപിടിച്ചെങ്കിൽ നല്ലതാണ് കേട്ടാ. നീ എവിടെ? എടാ എനിക്ക് എടാ ഡയമണ്ട് ഇപ്പൊ നമുക്ക് എടുക്കാൻ പറ്റിയ കുഴപ്പം. ഡയമണ്ട് എവിടെ? സോംബി എടാ ഇപ്പൊ നമ്മള് കീപ്പിന് വേണ്ടി ഇട്ടുകൊണ്ട് സീനില്ല, പക്ഷെ ഉണ്ടല്ല കീപ്പിന് വേണ്ടി ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ പണിയാവും. എനിക്ക് അനങ്ങാൻ പറ്റില്ല. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയാലോന്നാ? ഇവിടുന്ന് എടാ ഈ സാധനം ഈ വെള്ള സാധനം എടാ ഈ വെള്ള സാധനം എടുത്തേര് കേട്ടോ, ചിലപ്പോ ആവശ്യം വരുവേ. ഇതെന്നെ പൗഡർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. ക്ലേ ആണ്, എടുത്തോ, ചിലപ്പോ ആവശ്യം വരും, പറയാൻ പറ്റിയല്ല. എന്താ അടാ നീ ഇറങ്ങി, ഞാൻ നോക്കട്ടെ ഇവിടെ അയ്യണോണ്ടാന്ന് നോക്കട്ടെ. നമുക്ക് പെട്ടെന്ന് എന്തുവാ അത് അവിടെ ഇരിപ്പുണ്ടല്ലോ, അതിനെ ബക്കറ്റ് ഉണ്ടാക്കാം. വാ എൻ്റെ കയ്യിൽ അയണുണ്ട്, വാ. മറ്റേ കോബിൾ സ്റ്റോൺ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ ഉണ്ടാക്കട്ടെ എന്നാ. സ്റ്റോൺ പിക്കാക്സ് ഇല്ലേ? അപ്പാ ഞാൻ അവിടുന്ന് മറ്റേ ഇത് കളക്ട് ചെയ്യേണ്ടി വന്നില്ലായിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടേനെ നമ്മള്. കോള് വേണം, കോള് അതിന് ഇവിടെ പെടും 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 പെടും. അത് പൊട്ടിച്ചോളാം അല്ലെങ്കിൽ വന്നോണ്ടിരിക്കുമല്ല വാങ്ങാണ്ടി. ഇത് ലാപ്പിസ് സോളി. ഞാൻ കോള് കിട്ടുമെന്ന് നോക്കട്ടെടാ, ചിലപ്പോ കിട്ടിയാലോ. അമ്പോളി ഉണ്ട്, അമ്പോളി. ഞാനിവിടുന്ന് നോക്കട്ടെ, ഞാൻ ഇവിടെ ഇങ്ങോട്ടൊരു കേവ് കാണും. അങ്ങനെയൊന്നും ചാവില്ലടാ. നീ അവിടുന്നുള്ള സാധനങ്ങൾ മാക്സിമം കളക്ട് ചെയ്തോ കേട്ടോ, അതിനെ കൊണ്ട് പറ്റാവുന്നതൊക്കെ നീ കളക്ട് ചെയ്തോ. എന്നിട്ടുണ്ടല്ലോ ആ ഫർണൈസ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തോണ്ട് പോക്കോ. എടാ നിക്കടാ, എടാ ഇതേ സ്ഥലമൊന്നും അറിയാവോ നിനക്ക്? അത് ഞാൻ രാവിലെ ആക്കാം. എടാ ഇതേ സ്ഥലമൊന്നും അറിയാവോ നിനക്ക് വരാൻ? നീ എങ്ങോട്ടാ വന്നറിയാവോ? ഞാനും വരാം നിന്റെ കൂടെ. എടാ നമുക്കുണ്ടല്ലോ ഈ മരം ഇച്ചിരി വെട്ടിക്കോ കേട്ടോ, കാരണം മരം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇതുണ്ട്. നീ അവിടെ നിന്നോ, അവിടെ ആ ആക്സിലോട്ടിലിൻ്റെ അടുത്ത് നിന്നോ. ഞാൻ ഇച്ചിരി മരം വെട്ടിക്കൊണ്ട് വരാം. എന്നിട്ടുണ്ടല്ലോ ഞാൻ അയണാക്കിക്കൊണ്ട് അങ്ങോട്ട് വരാം. ഞാനിവിടെ മരം വെട്ടിയിട്ട് പ്ലാങ്ക് ആക്കിയിട്ടേ മരം ഇട്ട് സ്മെൽറ്റ് ചെയ്യാം. പോവാം. ഇത്തിരി കൂടുതൽ മരം വെട്ടിയിട്ടുണ്ട്. പോവാം. പെട്ടെന്ന് പോയാൽ കാര്യം നടക്കുമല്ലോ, എല്ലാത്തിനെയൊന്നും കൊല്ലണം പോലെ. സ്ഥലം എവിടെയെന്നൊക്കെ നിനക്ക് അറിയാവുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് എങ്ങോട്ടാന്ന് വെച്ചാൽ പോവാം. ഇതാണോ കേവ്? പൊട്ടിച്ചതൊക്കെ പയ്യപ്പോ സെറ്റായി. ഇത് ഇച്ചിരി സീനാണോ. എടാ ഇവിടുന്ന് നമ്മൾ താഴത്തായിട്ട് ചാടാൻ വെള്ളം ഉണ്ടോ? വെള്ളം
വെള്ളം ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പം? എന്തായാലും ഞാനങ്ങോട്ട് കയറിപ്പോയി ഒന്നും വെക്കാതെ. എടാ എനിക്ക് ഇവിടെ അയണൊക്കെ ഉണ്ടോ, പക്ഷെ ഞാനൊന്നും മൈൻഡ് ചെയ്യണ്ട. സ്ഥലം എവിടെയാണെന്ന് സ്ഥലം കിട്ടി എനിക്ക്. നിക്ക്, ഞാൻ ആക്സിലോട്ടിനെ പിടിച്ചോണ്ട് വരാം, നോക്കട്ടെ. ഇവിടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലടാ. പണി കിട്ടിയാ? എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് ഒന്നും പറയാൻ പറ്റില്ല. ഞാൻ ഇത് സ്മെൽ ടൗൺ ഉണ്ട്. ഞാൻ അന്നേരത്തേക്ക് ഇവിടെ ഇച്ചിരി ഫുഡൊന്നും ഇല്ല എൻ്റെ കയ്യിൽ, ആകെ റോ ബീഫൊക്കെ ഉള്ള. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതുകൊണ്ടാണ് സോംബി അടിച്ചപ്പാ. ഞാൻ അങ്ങോട്ട് വരാടാ, ഞാൻ ഇവനെ പിടിക്കാൻ നോക്കട്ടെ മാക്സിമം. ഇവനെ പിടിക്കാൻ വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുക്കണേ നമ്മള്, അല്ലെങ്കിൽ നമ്മൾ ഇത്ര റിസ്ക് ഒന്നും എടുക്കില്ലായിരുന്നു. എനിക്ക് ഇവനെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട്. അല്ല, ആക്സിലോട്ടിന് ആദ്യമായിട്ടാണ് ഞാൻ സർവൈവലിലൊക്കെ എടുക്കണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ എൻ്റെ അടുത്തൊരാഗ്രഹം. പക്ഷെ അത് സാധിക്കാൻ പറ്റുമെന്നൊന്നും അറിഞ്ഞുകൂടാ. ഇവനെ കാണാനില്ല, അവൻ പോയെന്ന് തോന്നാടാ. എടാ ഇവനെ കാണാനില്ലടാ. എടാ ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ അയൺ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാനുണ്ടല്ലോ, ഞാൻ വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കിയിട്ട് നിൻ്റെ അടുത്തായിട്ട് പെട്ടെന്ന് വരാം. എനിക്ക് കിട്ടി വാട്ടർ ബക്കറ്റ് കിട്ടി. ഞാൻ അവനെ എവിടെയെന്ന് തപ്പട്ടെ. ഞാൻ ചത്താലും കുഴപ്പമില്ല, അവനെ ഞാൻ പിടിച്ചിട്ടേ ആവൂ. എടാ നമ്മുടെ അയൺ പോവേ, ഞാൻ ചത്താതാ കുഴപ്പം. കീപ്പിന് വേണ്ടി ഇട്ടിട്ടുണ്ട്, പക്ഷെ അയണ് നമ്മളെ ഫർണൈസിൻ്റെ അവിടെ ഇരിക്കണം, അതുകൊണ്ട് പ്രശ്നമാണ്. എടാ എനിക്കുണ്ടല്ലോ ഈ ആക്സിലോട്ടിനെ കാണാൻ വരെ ഇപ്പം. ഞാൻ രാവിലെയൊക്കെ ഞാൻ ഒന്ന് സേഫായിട്ടുള്ള ഒരു സ്ഥലത്തായിട്ട് പോയിക്കോട്ടെ. ഞാനിവിടെ എല്ലാവരുടെയും അടുത്താണ് ഇപ്പം പോകാങ്ങാട്ട്. എടാ എനിക്കൊന്നും കാണാൻ മേല ആക്സിലോട്ടിനെയൊന്നും, അതുകൊണ്ടാണ് നിന്നെ വിളിച്ചത്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ പിടിച്ചിട്ട് നിൻ്റെ അടുത്തായിട്ട് ടെലിപ്പോർട്ട് അടിച്ച് വന്നേനെ. കാരണം ഇവിടെ ഒന്നും കാണാനില്ല, ഒന്നിനെയും കാണാനില്ല. നമ്മൾ കണ്ടില്ലായിരുന്നാ, ആദ്യമായിട്ടാണ് സർവൈവൽ സീരീസിൽ 18 മിനിറ്റ് ആയി കേട്ടോ, 18 മിനിറ്റ്. നമുക്ക് പെട്ടെന്ന് ആക്സിലോട്ടിനെയും തൂക്കി ഇവിടുന്ന് പോവാം കേസ്, കാരണം ഈ സമയം പോവും. അല്ലെങ്കിൽ നീ കയറി വന്ന, ഞാൻ നേരത്തെ ഫർണേസൊക്കെ വെച്ചിട്ടില്ലായിരുന്നു, അവിടെയുണ്ട്. എടാ വിച്ചടാ, എടാ വിച്ച് ക്രാഫ്റ്റിംഗ് ടേബിളൊക്കെ ഉണ്ടോ അവിടെ? ഞാൻ ആ വഴിയിലായിട്ട് വന്നിട്ടിരിക്കുക, എനിക്ക് ആക്സിലോട്ടിനെ ഒന്നും കാണാനില്ല. നിന്റെ അടുത്തായിട്ട് ഞാൻ വരട്ടെ എന്നാ? വാ ഇങ്ങോട്ട് വേണോ? എൻ്റെ കയ്യിൽ വാട്ടർ ബക്കറ്റ് ഉണ്ട്. വാ പോവാം. സ്ഥലം ഏതാ നിനക്കറിഞ്ഞൂടെ? എടാ നമുക്ക് ഒന്നുകൂടി ഒന്ന് ചത്താലാ? എന്നിട്ട് അവിടെ നിന്ന് നേരെയല്ലേ പോണ റീസ്പോൺ പോയിന്റ്? ഈ
അപ്പോൾ നമുക്ക് പണിയായി ഒന്നും കാണാം. എടാ നമുക്ക് ചാവാളോ അല്ലെങ്കിൽ വേറെ വഴിയില്ല. നമ്മളിത് എവിടെയെന്നൊക്കെ നിനക്ക് അറിയാവാ? അത് നീ എവിടെ? ഞാൻ കേവിൻ്റെ അടുത്തെത്തി. നീ അവിടെ നിന്ന് നേരെ വന്നാൽ മതി, അപ്പോൾ കേവ് കാണാം. ഞാനേ ഒന്ന് പോയിട്ട് വരാം, പെട്ടെന്ന് പോയിട്ട് വരാം. എനിക്ക് കാരണം ആക്സിലോട്ടെല്ലാം കാണാനില്ല, അതാ പ്രശ്നം. അയ്യോ സോംബി ഉണ്ടോ ഇവിടെ? നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് സത്യമായിട്ട് 2-3 സോംബിയൊക്കെ ഉണ്ട് ഇവിടെ. ഒന്നും ചെയ്യാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക്, അതുകൊണ്ടാ. ആക്സിലോട്ടിൽ ഇവിടെ ഇല്ലടാ. നമ്മൾ ഞാൻ നേരെ പോയി. ആ വാട്ടറിൽ ഒഴുകി നേരെ താഴത്താട്ടോ. ഒന്നും കാണാൻ പറ്റില്ല, അതാ കുഴപ്പം. ഞാൻ ഇവിടെ നിന്ന് ഇച്ചിരി പോയാണ്, ആക്സിഡൻറ്റിലൊക്കെ കിട്ടണവരെ ഞാൻ ഇവിടെ നിന്ന് പോയാണ്. നൈറ്റാണോ പുറത്ത്? എവിടെ? ഞാനങ്ങോട്ട് വന്നിട്ട് നമ്മളാ നിന്നെ കണ്ട് എന്നെ കാണാവാ? വാ സ്ഥലം എവിടെയെന്ന് ഞാൻ കാണിച്ചു തരാം. വാ. എടാ സോംബിയുടെ അടുത്തായിട്ട് പോവല്ലേ? അവനെയൊക്കെ ഇപ്പൊ ഒന്ന് കാണിച്ചു തരാം. ആക്സിലോട്ടിൽ എവിടെ? അതാ എനിക്ക് ചോദിക്കണ്ട. ആക്സിലോട്ട് എവിടെ? നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയത്. എടാ എൻ്റെ കയ്യിലും ഉണ്ടോ വാട്ടർ ബക്കറ്റ്? എനിക്ക് ആക്സിലോട്ടിനെ കാണാനില്ല. എടാ എനിക്കൊരു ഡിസൈനിന് വേണ്ടിയാണ്, അതല്ലേ ഞാൻ ചോദിക്കണം. അല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ആക്സിലോട്ടൊക്കെ ഒരു ഇല്ല. എൻ്റെ വാട്ടർ ബക്കറ്റ് ഉണ്ട്. എടാ അയൺ വേണം. നമുക്ക് ഇവിടെ വെച്ച് ആർമർ ആയാലോടാ. അതില് 3 അയൺ മതി. 3 അയൺ. മറ്റേ നിന്റെ അടുത്ത് സോംബി. പോവാം. എടാ എനിക്ക് കാണാനില്ല സത്യമായിട്ടും. ഞാൻ ഇവിടെ ഫുള്ള് നോക്കി, തിരക്കി നോക്കി ഫുള്ള്. നമ്മള് ഇന്നത്തെ എപ്പിസോഡിലൊന്നും നമുക്ക് സെർച്ചിങ് ആസിലോട്ട് എന്ന് പറഞ്ഞില്ല, അത്രേ ഉള്ളൂ. നീ എവിടെ? കിട്ടിയാണെങ്കിൽ പറയണേ. ഞാനും നോക്കാൻ പോയി. അയ്യോ ഇവിടെ വലിയ കുഴിയണ്ടാ. ഇവിടെ കൊള്ളപ്പോഴും എന്നാരത് അടിച്ചു താഴെയിട്ട് കള്ളയോ. അതാണ് ഞാനും പറയണ. നിന്റെ അടുത്തോട്ട് ഞാൻ വന്ന ആക്സിലോട്ടിൽ എവിടെയെന്നാ? അതെ അതിനെ പിടിച്ചാ വേണമെങ്കിൽ. എടാ അതിനെ കോരി എടുക്കാനാ. നീ അതിനെ കൊല്ലല്ലേ? അതിനെ ആ വാട്ടർ ബക്കറ്റ് എടുത്തിട്ട് അതിനെ പിടിച്ച് നിൽക്ക്. വാട്ടർ ബക്കറ്റ് വാട്ടർ എടുക്കണം എന്നിട്ട് അതിനെ പിടിച്ച് നിൽക്ക്.
ആ കണ്ട എൻ്റെ കയ്യിലുണ്ട്. ആ അടിക്കല്ല. എടാ അവിടെ സൈഡിലൊരു ആരോയുടെ ഒരു സാധനം കാണില്ലേ? കിട്ടിയാ? എടാ സൈഡിലൊരു മറ്റേ എയിമിൻ്റെ സാധനം കാണില്ലേ? ആ വാട്ടർ നിറച്ചിട്ട് പിടിച്ച് നിൽക്കിയാൽ മതി. നിൻ്റെ കയ്യിലും ഉണ്ടാ? ഇല്ലല്ലോ. ഇവനെ വിട്ടേക്കാം. ആക്സിലോട്ടിന് പോരെ? എന്നാ ഇത് പോരെ? പോവാം, തിരിച്ചു പോവാം. ആ നമുക്ക് തിരിച്ചു പോയി സ്ഥലം കണ്ടെത്താം പെട്ടെന്ന്. സമയമില്ലടാ, രാത്രിയാണ് നമ്മൾ വീഡിയോ എടുക്കണം. രാവിലെ അങ്ങനെയെങ്കിലും പറയരുത്. രാത്രിയാ പണിയാവും. 9 മണിയൊക്കെ ആവും. നമുക്ക് ചത്തിട്ട് പോവാം. ബാക്കി പെൺമണ്ടി ഇട്ടിട്ടില്ലേ? എന്നിട്ട് സ്ഥലം കണ്ടെത്താം. ആക്സിലോട്ടില്ല. ഇല്ല, അവിടെ ഞാൻ പോയതാ. നമ്മൾ വന്ന വഴി ഇതുപോലത്തെ സ്ഥലത്താ. ഇവിടെ ഉണ്ട്. ചിലപ്പോ സ്പോണായി കാണും, പറയാൻ പറ്റിയല്ല. നമുക്ക് ഇത് പിന്നെ എങ്ങാനും പറയാം. ഇവിടെ വാ, പോവാ. നമുക്ക് വേണ്ട, നമുക്ക് കിട്ടിയില്ല. അതുപോലെ എടാ കിട്ടിയാലടാ സ്പോണാവര് വെയിറ്റ് ചെയ്യണം. നമ്മൾ ചത്തണ്ടിരിക്കണം അതുപോലെ. അതാ പറഞ്ഞ ഞാൻ. പിന്നെ അങ്ങനെ നമുക്ക് വരാം എപ്പോഴാണ്. നമ്മളിത് അടുത്തുള്ള സ്ഥലമല്ലേ, ദൂരെയുള്ളതല്ല. ആ സമയാ പോണം നമ്മൾ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ നമുക്ക് അടുത്ത പ്രാവശ്യം ഒന്നും വിളിക്കാം. ഇതിൻ്റെ അടുത്ത് നമുക്ക് മാക്സിമം ഒരു ബേസ് സെറ്റ് ചെയ്യാൻ നോക്കാം. പാ, ഇവിടെ നിന്ന് പോവാം നമുക്ക്. ആ അത് ചത്തിട്ട് പോവാൻ പാ, അതായിരിക്കും പെട്ടെന്ന്. ആ എൻ്റെ കയ്യിൽ പിക്കാക്സ് ഉണ്ടാക്കാനുള്ള സാധനം ഉണ്ട്. ഡയമണ്ട് എന്തേ? ഞാൻ അങ്ങോട്ട് വരാം. ഡയമണ്ട് എവിടെ? വാ പോവാന്ന. സമയമില്ല. ഇതിന്റെ മോളിൽ നിന്നങ്ങാണ്ട കൊള്ള വഴക്കി പറയും. എന്നെ പൊട്ടിക്കടാ. ആ അത്രയുള്ളു. അല്ല രാത്രിയാണോ പുറത്ത്? എടാ കുറുക്കനുണ്ട്. നീ ഇവിടെ കയറി വരുവാ, ഞാൻ അങ്ങോട്ട് വന്നാ. എടാ കയറി വരാൻ നടക്കല്ലേ? ഞാൻ അങ്ങോട്ട് വരാം ഒന്നുകൂടി. അല്ലെങ്കിൽ വഴി അറിയാൻ പറ്റിയല്ലേ ചിലപ്പോ. ഇതാണ് നമ്മളെ കേവ്. ഇതിൽ നമുക്ക് 2 വഴിയുണ്ട്. അപ്പൊ മൈനിങ് ചെയ്യാനൊക്കെ നമുക്ക് ഇങ്ങോട്ട് വരാമെന്ന്. വലിയ വേണം അത്യാവശ്യം. ഇങ്ങോട്ടൊക്കെ പോകാൻ വേണമെങ്കിൽ ഇവിടെയൊക്കെ കണക്ക് ഇരിപ്പുണ്ടാവും. പക്ഷെ ഇങ്ങോട്ട് ഞാൻ പോകാനില്ല ഇപ്പൊ തൽക്കാലം. ജോലേ ഇങ്ങോട്ട് വന്നേ. എങ്ങോട്ടാ? ആ അവിടുത്തെ പൊട്ടിച്ചെടുത്ത് ഞാൻ നിന്റെ അടുത്തോണ്ട് വാ. പോവാം. നമുക്കിനി അന്വേഷിച്ച് പോവാം. സ്ഥലം നമുക്ക് അടുത്ത് തന്നെ, മാക്സിമം നമുക്ക് അടുത്ത് തന്നെ വെക്കാൻ നോക്കാം കേട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് വിട്ടേക്കാം. ഈ ഫോറസ്റ്റിൽ നിന്ന് അങ്ങോട്ട് വിട്ടേക്കാം. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് വിടാം. ഞാൻ ഈ സ്ഥലം കണ്ടെത്താൻ വേണ്ടി ഇത്ര നേരം നിന്നാ. പിന്നെ ഈ മീനിനെ പിടിക്കാനും ഞാൻ നിൽക്കല്ലോ. അല്ലെങ്കിൽ പിന്നെ കിട്ടി. നമുക്ക് ആക്സിലോട്ടിനെ കിട്ടില്ലെങ്കിൽ വേറെ മീനൊക്കെ കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ പോരേയില്ല. എനിക്കതൊരു ഡിസൈൻ പോലെയാണ് കേസ്. അതാണ് എനിക്ക് ആക്സിലോട്ടിനെ ഭയങ്കര ഇഷ്ടമായി ഇതിൽ. അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്ന്. ഫസ്റ്റ് കണ്ടപ്പോൾ അത് ഡീസ്പോണം കണ്ടായി പോകാന്ന് തോന്നണം. ഊള് എടുത്തോ. പോവാം.